ആഗസ്റ്റ് 12-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ തുംഗഭദ്ര റിവറിലുള്ള ഡാമിൻ്റെ ഒരു ഗേറ്റ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അപ്പോൾ ഈ ഒരു വാർത്ത കേരളത്തിലും വലിയധികം ചർച്ചയായിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ പോലെ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഡാമാണിത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡാമാണ് ഈ ഒരു സുർക്കി മിശ്രത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം വിജയനഗര ഡിസ്ട്രിക്റ്റിലാണ്. തുംഗഭദ്ര എന്ന് പറയുന്ന റിവർ ഹംപിയുമായി, വിജയനഗര എംപയർ, അതുപോലെ തന്നെ ഹംപി എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ സൈറ്റുമായി വളരെ ബന്ധമുള്ള ഒരു നദിയാണെന്ന് കൂടി ഓർത്തുക. തുംഗഭദ്ര റിവറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മെഡീവൽ ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്. ഈ ഒരു തുംഗഭദ്ര റിവറിലുള്ള ഡാമാണ് ഇപ്പോൾ എന്താണ് തകർന്നിട്ടുള്ളത് കർണാടകയിൽ എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ വാർത്ത എന്താ വെച്ചാൽ തുംഗഭദ്ര റിസർവോയറിൽ, അതായത് തുംഗഭദ്ര നദിയിലുള്ള ഈ ഒരു റിസർവോയറിൽ, വിജയനഗര ഡിസ്ട്രിക്റ്റ് ആണ് കർണാടകത്തിൽ, അവിടുത്തെ ഈ ഒരു അതിലൊരു ഷട്ടർ ഇളകിപ്പോവുകയും പിന്നീട് എല്ലാ ഷട്ടറുകളും തുറന്നിട്ട് വെള്ളത്തെ റിലീസ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഡൗൺ സ്ട്രീമിൽ താഴോട്ട് പോകുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടെ പ്രവചിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തുക. തുംഗഭദ്ര റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഒരു സാക്രഡ് റിവറായിട്ടാണ് കാണുന്നത്. കർണാടകത്തിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലുമായിട്ട് ഈ നദിയെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ആൻഷ്യൻ നെയിം പമ്പ എന്ന രീതിയിൽ ഇതിനെ ആൻഷ്യൻ്റ് ആയിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ തുംഗ റിവറും ഭദ്ര റിവറും ചേർന്നുകൊണ്ടാണ് ഈ ഒരു നദി ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇതിനെ തുംഗഭദ്ര എന്ന പേരിൽ വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് നദികളും തുംഗയും ഭദ്രയും ഈ വെസ്റ്റേൺ ഘാട്ടിൻ്റെ ഈസ്റ്റേൺ സ്ലോപ്പിൽ നിന്നാണ് വരുന്നതായിട്ടുള്ളത്. ഈസ്റ്റേൺ സ്ലോപ്പിൽ നിന്ന്, അതായത് വെസ്റ്റേൺ ഘാട്ടിൻ്റെ ഈസ്റ്റേൺ സ്ലോപ്പ്, ഇതാണ് ഈസ്റ്റേൺ സ്ലോപ്പ്, ഇത് വെസ്റ്റേൺ സ്ലോപ്പ്. അപ്പോൾ ഈസ്റ്റേൺ ഘാട്ട് ഇറങ്ങിയിട്ട് അത് ഈസ്റ്റ് ഫ്ലോയിങ് ആയിരിക്കും എന്നുകൂടി ഓർത്തു വെക്കുന്നതിന്. അപ്പോൾ തുംഗഭദ്രയുടെ മിക്കവാറും ഭാഗം ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ സൗത്തേൺ പാർട്ടിലേക്കാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. മേജർ ട്രൈബ്യൂട്ടീസ് ആണ് ഭദ്ര, ഹരിദ്ര, അതുപോലെ തന്നെ വേദാവതി, തുംഗ, വർദ്ധ, അതുപോലെ തന്നെ കുന്ദാവതി. ഇതൊക്കെ ഈ ഒരു തുംഗഭദ്രയുടെ ട്രൈബ്യൂട്ടറിയാണ്. ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു തുംഗയും ഭദ്രയും ചേർന്നിട്ടാണ് തുംഗഭദ്ര റിവർ ഉണ്ടാവുന്നതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഫസ്റ്റ് ഫ്ലോ ചെയ്യുന്നത്. പിന്നീട് അത് പോയിട്ട് കൃഷ്ണ റിവറിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. ഹംപി അല്ലെങ്കിൽ വിജയനഗര എന്ന് പറയുന്നത്, അതായത് വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റലാണ് ഹംപി. അപ്പോൾ ഈ ഒരു പ്രദേശം തുംഗഭദ്ര റിവറിൻ്റെ സമീപത്താണ് അല്ലെങ്കിൽ അരികത്താണ് എന്നുകൂടി ഓർത്തു വെക്കുക. അതുപോലെ തന്നെ തുംഗഭദ്ര റിവറിൽ ഡാമൊക്കെ പണിതിട്ടുള്ളത് ഈ ഒരു ഹംപി, അതുപോലെ തന്നെ അവിടെ വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ഈ ഒരു വിജയനഗര എംപയറിൻ്റെ പീരീഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യം പിന്നെ UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏകദേശം തുംഗഭദ്ര റിവറിൻ്റെ ചിത്രം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുംഗഭദ്ര റിവറിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വെസ്റ്റേൺ ഘാട്ടിൻ്റെ ഈസ്റ്റേൺ സ്ലോപ്പിൽ വരുന്നുകൊണ്ട് തുംഗയും ഭദ്രയും ജോയിൻ ചെയ്തിട്ടുണ്ട് തുംഗഭദ്ര റിവറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് പിന്നീട് വന്നിട്ട് കൃഷ്ണ റിവറിൽ വന്നിട്ട് ജോയിൻ ചെയ്യുന്നതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഒരു തുംഗഭദ്ര എന്ന് പറയുന്ന റിവറിനെ ഒന്ന് ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിൽ വീണ്ടും അറ്റാക്കുകൾ ഉണ്ടാവുന്നുണ്ട്, ആൻറ്റി ടെറർ ഓപ്പറേഷൻസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നത്. അപ്പോൾ അനന്ത്നാഗ് എന്നുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വിഷയം എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഒരു ആൻറ്റി ടെറർ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. അതിൽ സിവിലിയന്, അതായത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെററിസ്റ്റുകൾക്കെതിരെയുള്ള ഈ ഒരു അക്രമത്തിൽ അല്ലെങ്കിൽ ടെററിസ്റ്റുകളെ ആക്രമിക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ ഒരു നാട്ടുകാരൻ മരണപ്പെട്ടു എന്നുള്ളത് വലിയൊരു ഇഷ്യൂ ആണ് എന്നുകൂടി ഓർത്ത് വെക്കുക. അവിടുത്തെ ജനങ്ങൾ നമ്മുടെ മിലിറ്ററിക്ക് എതിരാവാൻ വേണ്ടിയിട്ട് കാരണമാകും എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ അനന്ത്നാഗ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ട്രിക്റ്റ് ആണ്. ആക്ച്വലി അനന്ത്നാഗ് സിറ്റിയാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാകിസ്ഥാൻ ഇല്ലാത്ത സമയത്ത് ഇതിനെ ഇസ്ലാമാബാദ് എന്നുള്ള രീതിയിലും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കണമായിരുന്നു. അപ്പോൾ ആക്ച്വലി മുഗൾ ഗവർണർ ആയിട്ടുള്ള ഇസ്ലാം ഖാൻ്റെ പേരിൽ നിന്നാണ് ഇസ്ലാമാബാദ് എന്ന പേരിലേക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. റിവർ ഝലം ഈ ഒരു അനന്ത്നാഗിൻ്റെ അടുത്തുള്ള വെരിനാഗ് സ്പ്രിങ്ങിൽ വെച്ചിട്ടാണ് ഝലം നദി ഉത്ഭവിക്കുന്നതെന്ന് ഓർത്തുക. അത് പിർപഞ്ചാൽ മലനിരകളുടെ താഴെയൂടെ വന്നിട്ട് കശ്മീർ വാലിയിലേക്ക് കടക്കുന്നുണ്ട്. റിവർ ഝലം എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഈ അനന്ത്നാഗ് എന്ന് പറയുന്നത് ഝലം നദിയുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് കൂടി ഓർത്തു വെക്കണമായിരുന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ കശ്മീരിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അനന്ത്നാഗ് എന്ന് പറയുന്ന സ്ഥലം ഏകദേശം ഇവിടെയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ആ ഒരു ലൊക്കേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു അനന്ത്നാഗ് അതുപോലെ തന്നെ കശ്മീരിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ടെററിസ്റ്റ് അറ്റാക്കുകളെ കുറിച്ച് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്.
അടുത്തൊരു വാർത്ത വെച്ചാൽ ബാരാപ്പുള്ള ബ്രിഡ്ജ് റീസ്റ്റോറേഷൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 3 മാസത്തിനുള്ളിൽ തുടങ്ങും എന്നാണ് ലെഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞിട്ടുള്ളത്. ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ബാരാപ്പുള്ള ഹിസ്റ്റോറിക് ബ്രിഡ്ജ് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ബാരാപ്പുള്ള ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ ഹിസ്റ്റോറിക് വാല്യൂ ഉള്ള എന്തെങ്കിലും സംഭവമായിരിക്കും നമുക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ലെഫ്റ്റനന്റ് ഗവർണറിന്റെ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള VK സക്സേന പറഞ്ഞു വെച്ചാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ഒരു ബാരാപ്പുള്ള ബ്രിഡ്ജിന്റെ ഡെവലപ്മെന്റ് അതിന്റെ റീസ്റ്റോറിംഗ് വർക്കുകൾ ഉടൻ തന്നെ തുടങ്ങും, 3 മാസത്തിനുള്ളിൽ തുടങ്ങും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ബാരാപ്പുള്ള ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡൽഹിയിലുള്ള വളരെ ബിസി ആയിട്ടുള്ള റോഡുള്ള ഒരു ബ്രിഡ്ജാണ്. ഇത് ഹുമയൂൺ ടോംബിന്റെ അടുത്താണ്. അതുപോലെ തന്നെ ഖാന ടോംബിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു ബാരാപ്പുള്ള ബ്രിഡ്ജ് ഉള്ളതെന്ന് ഓർത്തുക. യമുന നദിക്ക് എക്രോസ് ആയിട്ടാണ് ബാരാപ്പുള്ള ബ്രിഡ്ജ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടുത്ത് തന്നെയായിട്ടാണ് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ചുറ്റും ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് കൂടി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാരാപ്പുള്ള ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മോനുമെന്റ് ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മോനുമെന്റ് കൂടിയാണ് ഈ ബാരാപ്പുള്ള ബ്രിഡ്ജ് എന്ന് ഓർത്ത് വെക്കാം. ഏകദേശം 400 വർഷങ്ങൾക്ക് മുന്നേ ബിനാർ ബാനു അഖ ആണ് ഈ ഒരു ബ്രിഡ്ജ് പണിതിട്ടുള്ളത്. അതായത് ഹിസ്റ്റോറിയൻസ് പ്രകാരം ഈ ഒരു ജഹാംഗീറിന്റെ റൂളിന്റെ സമയത്താണ് ഈ ഒരു ബ്രിഡ്ജ് പണിതിട്ടുള്ളതും അദ്ദേഹമാണ് ഈ ഒരു ബ്രിഡ്ജ് കമ്മീഷൻ ചെയ്തതെന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി മുഗൾ കാലഘട്ടത്തിൽ ഈ ഒരു ബ്രിഡ്ജിനെ ഹുമയൂൺ ടോംബിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടും നിസാമുദ്ദീൻ ദർഗയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആഗ്രയിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ബാരാപ്പുള്ള ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഏകദേശം 400 വർഷം പഴക്കമുള്ള ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ അത് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ എന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ റിസ്റ്റോറേഷൻ വർക്കുകൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നതെന്നും കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഗോത്തിപ്വ എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫോമിനെ കുറിച്ചിട്ടാണ്. ഒഡീഷയിലുള്ള ഈ ഒരു ഡാൻസ് ഫോം അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചറിന് നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാൻസ് ഫോംസും മറ്റുമൊക്കെ ചോദിക്കാറുണ്ട് എന്നുകൂടി ഓർക്കുക. അപ്പോൾ ഗോത്തിപ്വ എന്ന് പറയുന്നത് ഒരു ഒഡിയ ആർട്ടാണ്, ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് ഫോമാണ്. ഇതിൻ്റെ പ്രത്യേകിച്ച് ആൺകുട്ടികൾ സ്ത്രീകളെ പോലെ അല്ലെങ്കിൽ പെൺകുട്ടികളെ പോലെ വസ്ത്രം ധരിച്ചിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു ഈവൻ്റ് ആണ് എന്ന് ഓർത്തുക. ഇന്ന് അതിൻ്റെ പോപ്പുലാരിറ്റി ഡിക്ലൈൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പെർഫോമേഴ്സ് ഒക്കെ അതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു കൾച്ചറൽ ട്രൂപ്പ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കൾച്ചറൽ ഡാൻസ് ഫോംസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ സ്റ്റേജ് പെർഫോമൻസുകളെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിതമാർഗ്ഗമായിരിക്കും ഇത്തരത്തിലുള്ള കൾച്ചറൽ ഡാൻസ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഗോതിപ്പുവ എന്ന് പറയുന്ന ഡാൻസ് ഫോം എന്ന് പറയുന്നത് ഒറീസയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള സെഞ്ചുറികളോളം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ഡാൻസ് ഫോമാണ്. ഇതിൽ യുവാക്കൾ അതായത് യങ് ബോയ്സ് എന്ത് ചെയ്യും, സ്ത്രീകളെ പോലെ അല്ലെങ്കിൽ പെൺകുട്ടികളെ പോലെ വസ്ത്രം ധരിക്കുകയും അവർ ജഗന്നാഥനെയും കൃഷ്ണനെയും ഒക്കെ പ്രേസ് ചെയ്തുകൊണ്ട് ഡാൻസ് ഫോം കളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒഡിയ ലാംഗ്വേജിലാണ് ഇത് ഡാൻസ് ഉള്ളത്. അപ്പോൾ ഒഡിയ ലാംഗ്വേജിൽ ഗോതിപ്പുവ മീൻസ് സിംഗിൾ ബോയ് എന്ന അർത്ഥത്തിലാണ് എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ രഘുരാജ്പൂർ അതായത് ഒഡീഷയിലെ പുരിയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു വില്ലേജ് ആണ് ഗോതിപ്പുവ ഡാൻസിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാൻസിൻ്റെ കൂടെ തന്നെ ക്ലാസിക് ട്രഡീഷണൽ ഒഡീസി മ്യൂസിക് കൂടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു മർദല എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റും ഈ ഒരു ഡാൻസിൻ്റെ കൂടെ ഉപയോഗിക്കും എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത, ബെയിൽ എന്ന് പറയുന്നത് ജാമ്യം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കേണ്ടത് ആവശ്യമുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു എഡിറ്റോറിയലാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് എഡിറ്റോറിയൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.